അങ്ങനെ ആടുജീവിതം സിനിമ അവാർഡെല്ലാം വാങ്ങിക്കൂട്ടിയെങ്കിലും അന്താരാഷ്ട്ര OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന് പണി വാങ്ങിച്ചു കൊടുത്തു. സൗദി അറേബ്യയിൽ നെറ്റ്ഫ്ലിക്സിന് വിലക്ക് നിരോധനം വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ആടുജീവിതമാണ് കാരണം. ശരിയാണോ വാർത്ത? അങ്ങനെ ഇസ്രയേലിൽ നിന്നുള്ള ഹാരിറ്റ്സിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ നിലപാട് വേറെയാണ് എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹാരിസ് ഓൺലൈൻ പത്രം. അതെ, അല്ലാതെയും അത് അതിൻ്റെ ഓൺലൈൻ എഡിഷനിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സൗദി അറേബ്യയിൽ നെറ്റ്ഫ്ലിക്സ് വേണ്ട എന്ന് വെക്കാൻ പോകുന്നു, അത് ബാൻ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അകത്ത് സത്യം ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ, ഈ നോവല് നേരത്തെ തന്നെ നിരോധിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. അതാണ് വാസ്തവം. കാരണം ഇത് അറബിക്കിലേക്ക് പരിഭാഷ ചെയ്തിരുന്നു. മലബാർ പെരിന്തൽമണ്ണ ആ ഭാഗത്ത് നിന്ന് മറ്റൊരാൾ, പേര് ഞാൻ മറന്നുപോയി, മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ നോവൽ മാത്രമല്ല, റോഡ് ടു മെക്ക എന്ന് പറഞ്ഞ നോവലിന്റെ കോപ്പി അടിച്ചു മാറ്റിയതാണല്ലോ ഇത്. അതെ, ആ ഭാഗങ്ങളൊക്കെ റോഡ് ടു മെക്കയിലുണ്ട്. അതായത് ആടുജീവിതത്തിലെ മനോഹരമായ ഭാഗങ്ങളുണ്ട് മുഴുവൻ അതേപടി പകർത്തി വെച്ചതാണ്. മരുഭൂമിയിലെ പാമ്പുകൾ കാണുന്നതും അതൊക്കെ റോഡ് ടു മെക്കയിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാനുസ്ക്രിപ്റ്റ് കണ്ടിട്ട് അന്നേ പറഞ്ഞതാണ് ഇത് നിരോധിക്കപ്പെട്ടതാണ് അന്നേ. അപ്പോൾ പിന്നെ സിനിമ എടുത്തിട്ട് ഇതിന് ഗൾഫ് റൈറ്റ്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. സൗദിയിൽ മാത്രമൊന്നുമല്ല ഇതിനിപ്പോൾ പ്രശ്നം. ഇത് ഒമാൻ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, അവരാണ് മാധ്യമങ്ങൾക്ക് അറിയിപ്പുകളൊക്കെ കൊടുക്കുന്നത്. ഒമാൻ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ഈ സിനിമയെപ്പറ്റി മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ ഒന്നും ചർച്ച ചെയ്യരുത് എന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട്. നോവലിനെ പറ്റിയും ചർച്ച പാടില്ല. ഇവിടുത്തെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഒന്നും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടണ്ട. ഒമാൻ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ പറഞ്ഞതായിട്ടും റിപ്പോർട്ടുണ്ട്. ഇനി ഇതിൽ സ്പോൺസറായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജോർദാനിയൻ ആക്ടർ അക്കേഫ് നജീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ അഭിനയിച്ചതിൽ ഖേദിക്കുന്നു. അതെ, ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട കഥയാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിരുന്നില്ല, മുഴുവനായിട്ട് വായിക്കേണ്ടതായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നത് സൗദി മൂല്യങ്ങളെ ഒക്കെ പ്രശംസിക്കുന്ന തരത്തിലുള്ള സിനിമയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സിനിമ പൂർത്തിയായി മുഴുവനായിട്ട് ഇതിൻ്റെ പ്രിവ്യൂവിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് സൗദി മൂല്യങ്ങളെ ഹനിക്കുന്ന സിനിമയാണ് എന്ന് മനസ്സിലായത്. സൗദി അറേബ്യയോട് മാപ്പ് എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാം അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനം. ഞാൻ ആലോചിക്കുന്നത്, ഈ പൃഥ്വിരാജിനെ എങ്ങനെ പൊക്കിക്കൊണ്ടു നടക്കുന്ന ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുണ്ടല്ലോ, മട്ടാഞ്ചേരി ഗ്യാങ്, അവർക്ക് പൃഥ്വിരാജ് അറിഞ്ഞുകൊണ്ട് പണി കൊടുത്തതാണോ അതോ അറിയാതെ പറ്റിയതാണോ? മാത്രമല്ല, അദ്ദേഹം പക്ഷെ വാര്യൻ കുന്നനായിട്ട് അദ്ദേഹത്തിന് അതാണ് ആഷിഖബൂ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടോ എങ്കിലും എൻ്റെ രായപ്പ അല്ലേ? അത് ഒരു തട്ടിപ്പുകാരനായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന ആൾ. അയാളാണ് വാര്യൻ കുന്നന്റെ ചിത്ര എന്ന് പറഞ്ഞിട്ട് ഏതോ ഫ്രഞ്ചുകാരന്റെ വ്യാജ റീസെന്റ് അതല്ല ചിത്രം പറഞ്ഞൊരു ഫാക്ട് ചെക്കിംഗ്. വാര്യൻ കുന്നന്റെ ചിത്രം ഇല്ല. കാരണം ഞാൻ മാപ്പിളകളെ പറ്റി കുറെ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ ഈ ബ്രിട്ടീഷുകാർ അക്കാലത്തൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരാളെ ഇങ്ങനെ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിലോ എവിടെയെങ്കിലും പോയിട്ടോ സർവ്വ ഡോക്യുമെന്റ്സും എടുത്ത് നശിപ്പിക്കും. പിന്നീട് ഇയാളൊരു രക്തസാക്ഷിയായിട്ട് അറിയപ്പെടാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ, അയാളെ കടലിലാണല്ലോ ഒഴുക്കി വിട്ടത് ജഡം. പിന്നെ ഈ ജഡം കിട്ടി എവിടെയെങ്കിലും വെച്ചിട്ട് ആരാധന നടത്താൻ പാടില്ല. വാര്യംകുന്നന്റെ കാര്യത്തിലും അങ്ങനെയാണ് ചെയ്തത്. അത് പഞ്ചസാര ഇട്ടൊക്കെ കത്തിച്ച് മൊത്തത്തിൽ നശിപ്പിച്ച് കളയുക ചെയ്തത്. അത് എവിടെയാ സംസ്കരിച്ചത്, എന്താ ചെയ്തതെന്നുള്ളതിനെ പറ്റിയൊന്നും കാര്യമായ ധാരണയൊന്നുമില്ല അതിനെ പറ്റിയിട്ട്. അങ്ങനെയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഒരു ചിത്രവും ഒന്നും അങ്ങേരെ പറ്റിയിട്ടില്ല. ആലി മുസ്ലിയാറിൻ്റെ ഒരു ചിത്രം നടന്നു പോകുന്നത്, ജയിലിൻ്റെ അകത്ത് കൊട ഒരെണ്ണം പിടിച്ച് നടന്നു പോകുന്ന ഒരൊറ്റ ചിത്രമുണ്ട്. അതിന് ക്ലാരിറ്റി പോരാ. ഇതാണ് അതിനെപ്പറ്റി അതിനെ പറ്റിയിട്ടുള്ള വിവരം. ഇനി ഒമാൻ നടൻ ഒരാളുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ആദ്യത്തെ സ്പോൺസറായിട്ട് ആ വിമാനത്താവളത്തിൽ നിന്നൊക്കെ, ആ താലിബ് അൽ ബലൂഷി എന്നാണ് അയാളുടെ പേര്.
അയാളാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത്. അപ്പോൾ സൗദിയിൽ ഇയാൾക്ക് നിരോധനം ഉണ്ട്, ഇയാളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത് ശരിയല്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് സൗദിയിൽ പോകാൻ നിരോധനമൊന്നുമില്ല. പക്ഷെ അയാൾ ഇതിനെപ്പറ്റി അത്ര പോസിറ്റീവായിട്ടല്ല സംസാരിച്ചിരിക്കുന്നത്, ഈ കിട്ടിയ റോളിനെ പറ്റി. ഇതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര നടുക്കമുണ്ടാക്കിയ വേറൊരു സംഗതി, ഈ ബെന്യാമിൻ പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്താണ്, എന്നാലും പല കള്ളങ്ങളും അടിച്ചു വിടാറുണ്ട് ഇങ്ങനെ. അദ്ദേഹം ബഹ്റൈനിൽ ഒരു കടയിൽ നിൽക്കുമ്പോൾ മുരളി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഈ നജീബിനെ, ഷുക്കൂർ എന്നാണ് പേര്, പരിചയപ്പെടുത്തി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സൗദി നോവലിസ്റ്റ്, അവിടെ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, സൗദി നോവലിസ്റ്റ് അബ്ദുൾ റഹ്മാൻ അൽ ദെയിൽജി എഴുതിയിരിക്കുക, ഇത് കഥ, ഈ നോവലിൻ്റെ കഥ എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ സംഭവം സൗദിയിൽ നടന്നത് ഞങ്ങൾക്കെല്ലാവർക്കും നാടോടി കഥ പോലെ അറിയാം. അതാണ് ഇതിൻ്റെ ബേസ്. ആ കഥ എന്താണെന്ന് വെച്ചാൽ 30 കൊല്ലം മുമ്പ് തെക്ക് കിഴക്കൻ സൗദിയിലെ ഹഫർ അൽ ബത്തിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സമാനമായ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം ഇതുപോലെ ശമ്പളമൊന്നുമില്ല, അതൊരു അടിമയായിട്ടൊരു ഇന്ത്യക്കാരൻ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു സൗദി പൗരൻ്റെ കീഴിൽ. അപ്പോൾ അയാൾ കുറെ കഴിഞ്ഞപ്പോൾ, 5 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ കൂലിയൊക്കെ ചോദിച്ചു. അപ്പോൾ കൂലിയൊന്നും കൊടുത്തില്ല, അത്യാവശ്യം ക്രൂരനായ ആളൊക്കെ തന്നെ, അത്രയും ഭാഗമൊക്കെ കറക്റ്റ്. പിന്നെന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ ഇന്ത്യൻ തൊഴിലാളി ഒരു ഇരുമ്പ് ദണ്ടെടുത്തിട്ട് ഈ മുതലാളിയെ, സ്പോൺസറെ തല്ലിക്കൊന്ന ശേഷം പലായനത്തിനൊക്കെ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഈ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കുടുംബം മറ്റേ ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ പോകാവുന്ന സൗകര്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ബ്ലഡ് മണിയുടെ കുറേ ഇപ്പം നമ്മൾ റേസ് ചെയ്യുന്ന പോലെയൊക്കെ അക്കാലത്തും റേസ് ചെയ്തിരുന്നു എന്നാണ് ഈ സൗദി നോവലിസ്റ്റ് പറയുന്നത്. അങ്ങനെ റേസ് ചെയ്ത് പണമൊക്കെ ആയിട്ട് വന്നപ്പോൾ ആണ് ഈ കുട്ടികൾ, ആ ക്രൂരനായ മുതലാളിയുടെ കുട്ടികൾ ഈ വാസ്തവ പറയുന്നത് ഇയാൾക്ക് പൈസയൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ $45,000 അവര് തൊഴിലാളിക്ക് ഇങ്ങോട്ട് കൊടുത്തു. ഇതാണ് യഥാർത്ഥ സംഭവം. പക്ഷെ അയാൾ മുസ്ലിം ആയിരുന്നില്ല, ആ ഇന്ത്യൻ തൊഴിലാളി. ഇങ്ങനെ ഒരു ദയ അയാൾക്ക് കിട്ടിയപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് മാറി. ഇതാണ് യഥാർത്ഥ കഥ എന്ന് സൗദി നോവലിസ്റ്റ് അബ്ദുൾ റഹ്മാൻ അൽ ദെയിൽജി പറയുന്നു. അത് കേട്ടിട്ടില്ലല്ലോ ഈ വസ്തുത. ഇങ്ങനൊരു വസ്തുത നമ്മൾ കേട്ടിട്ടില്ല. ഇത് പക്ഷെ നാടോടി കഥ പോലെ അവിടെ എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറയുന്നു. ബെന്യാമിനും കേട്ട് കാണും. അതിൻ്റെ കൂട്ടത്തിൽ ഈ നജീബ് പറഞ്ഞ സാധനങ്ങളും ഒക്കെ ചേർത്ത് കാണും. അപ്പം നജീബ് ആടിനെ ഭോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് നോവലിലൊക്കെ ഉണ്ടല്ലോ, വൃത്തികേടുമൊക്കെ ഇങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നജീബ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് മുഴുവൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം കൂടി ചേർത്തു, റോട്ടും വെക്കുകയും ചേർത്തു. ഇങ്ങനെ വലിയ നോവലിസ്റ്റുമായി. അതെ, ഒരു അമാൽഗമേഷൻ എന്നൊക്കെ പറയില്ലേ, JCB പുരസ്കാരവും കിട്ടി, എല്ലാം കിട്ടി. ഈ കഥയാണ് സത്യത്തിൽ എന്നെ ഇപ്പോൾ ഒരുപാട് കഥകൾ വന്നതിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഇനി ഈ മരുഭൂമിയിൽ ഇങ്ങനെ ജീവിതം ഭാരമായിട്ട് ഈ പറയണേ അക്കേഫ് നജീം, ജോർദാനിയൻ നടൻ, ഇപ്പം മാപ്പ് പറഞ്ഞ ആൾ പറയുക, അയാളോട് ഈ ബ്ലസ്സിയും ബെന്യാമിനും പോയി പറഞ്ഞത്, മരുഭൂമിയിൽ ഇങ്ങനെ ജീവിതം വഴിമുട്ടിയ ഒരു ഇന്ത്യക്കാരനെ ഒരു സൗദി നോബിൾമാൻ അയാൾക്കൊരു പുതിയ ജീവിതം കൊടുക്കുന്നു. ഇതാണ് കഥ എന്നാണ് പറഞ്ഞിരുന്നത്. അയാൾക്ക് ജീവിതം കൊടുക്കുന്നതാണെന്ന്. പക്ഷെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദിയെ പറ്റിയിട്ടുള്ള വൃത്തികേട്, അവർ മോശമാണ്, അവർ ബാർബാറിക്കാണ്, അപരിഷ്കൃതരാണ്. മൊത്തത്തിൽ ആ സിനിമ കാണുമ്പോഴത്തേക്ക് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തോട് ഒരു കൺസർവേറ്റീവ് രാജ്യമാണല്ലോ പൊതുവിൽ, മതത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നത്, വാതിലുകളൊക്കെ തുറക്കുകയാണ്. എന്നാൽ പോലും അവിടെ ഈ നഗരം വിട്ടു കഴിഞ്ഞാൽ
വില്ലേജുകളിലൊക്കെ അല്ലെങ്കിൽ മരുഭൂമികളിലൊക്കെ താമസിക്കുന്നത് കൊടും ക്രൂരന്മാരായ ആളുകളാണ് സൗദിയിൽ നിന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാനേ സഹായിക്കുള്ളൂ. അത് ഫ്രം ദ വെരി ബിഗിനിങ് അങ്ങനെയാണല്ലോ, തുടക്കം മുതലേ. വല്ലാതെ അവരെ ആക്ഷേപിക്കും, വേറെ ആളുകൾക്ക് കൊടുക്കും. അതാണ് അപ്പോൾ നമ്മൾ അയാൾ വന്ന് കാണുമ്പോൾ അയാൾക്കുള്ള ആളല്ല അതെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആ സിനിമ കാണുമ്പോൾ ദൈവമേ ഈ സൗദിയിലൊക്കെ പോയാൽ നമ്മൾ പെട്ടുപോകുമല്ലോ എന്ന് തോന്നും. അങ്ങനെയൊന്നുമില്ല, മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവമാണല്ലോ, അതും ആ നാടോടി കഥ പോലെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞതും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണല്ലോ. മാത്രമല്ല സൗദി കുട്ടികൾ ഇയാളോട് ദയ കാണിച്ചൊരു സംഭവമായിട്ടാണല്ലോ അത് വന്നിരിക്കുന്ന. അവസാനം കൊന്നയാൾക്കും പൈസ അങ്ങോട്ട് കൊടുക്കുക, അതെ എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം. അല്ല, ഇത് മാത്രമല്ല, സിനിമയുടെ പേരിൽ പൃഥ്വിരാജ് പറയുന്ന അദ്ദേഹം അങ്ങ് ജീവിതമൊക്കെ അങ്ങ് സമർപ്പിച്ച് അഭിനയിച്ച് എന്ത് അഭിനയമാണ്. എനിക്കൊന്ന് ഒരു സംസ്ഥാന സർക്കാർ ഇഷ്ടംപോലെ അവാർഡ് വാരിക്കോരി കൊടുത്തു, ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡും കൊടുത്തു. കാരണം ആ കഴിഞ്ഞ വർഷം ഡിസംബർ 2022 ഡിസംബർ 31 സെൻസർ ചെയ്ത സിനിമ ഈ കൊല്ലം റിലീസ് ചെയ്ത പടത്തിന് 2023 അവാർഡ് കൊടുത്തു. ആളുകൾ കണ്ടിട്ടില്ല. അതെ, ആട് ജീവിതം ഏറ്റവും കുറച്ച് ആളുകൾ കണ്ട ഏറ്റവും തല്ലിപ്പൊളി സിനിമയാണ്. അതെ, അത് തല്ലിപ്പൊളി സിനിമയല്ല. അതിന്റെ മ്യൂസിക് ഉണ്ടല്ലോ, മ്യൂസിക്കിന് അവാർഡ് കിട്ടിയില്ല എന്നാണ് ഇത്ര അവാർഡ് കിട്ടിയിട്ട് ബ്ലസ്സിയുടെ പരാതി. അതിന്റെ മ്യൂസിക് ഒരു കാശിനും കൊള്ളില്ല. സുഷിൻ ശ്യാം എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടല്ലോ, പുതിയ സംഗീത സംവിധായകൻ. ആ സുഷിൻ ശ്യാം പല സിനിമകൾക്കും ഈ സൈലൻസ് കൊണ്ടൊക്കെ മ്യൂസിക് ചെയ്യുന്നതൊക്കെ കണ്ടു പഠിക്കണം റഹ്മാൻ. ഇത് പാണ്ടിപ്പടങ്ങൾ പോലെ ഭയങ്കര ബഹളമല്ലേ ഇതില്. അല്ല, ബ്ലസ്സി ഇങ്ങനെ 17 വർഷമോ 20 വർഷമൊക്കെ സിനിമയ്ക്ക് വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. എന്തോ ആ സിനിമയ്ക്കകത്തുള്ളത്. പിന്നെ പൃഥ്വിരാജിൻ്റെ കാര്യം, പൃഥ്വിരാജിൻ്റെ എക്കാലത്തെ അനുഭവം അഭിനയം നമുക്കറിയാവുന്നതാണ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വെറുതെ 16 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ 17 കൊല്ലം അത്രേ ഉള്ളൂ. അതല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും. പിന്നെ കോവിഡ് കാരണം മുടങ്ങിപ്പോയിട്ടുണ്ട്. അതല്ലാതെ ഈ മരുഭൂമിയിലാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലേ, ഒരു പക്ഷേ ഇതിൽ കൂടുതൽ അവാർഡ് കിട്ടുമായിരിക്കും. പൃഥ്വിരാജ് പഴയ മറ്റേ വാരിയം കുന്നൻ ഒന്ന് പുനരാലോചിക്കുന്നത് നന്നായിരിക്കും. അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ ഒമാൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഒമാൻ ഡെയിലിയിൽ സുലൈമാൻ അൽ മർമാറി എന്ന് പറഞ്ഞ ആൾ ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിനെതിരെ. ഇപ്പോൾ അവിടെ ധാരാളം ഇതിനെതിരെ വരുന്നുണ്ട്. ബദർ അബ്രിക് എന്ന് പറഞ്ഞ ആൾ കൾച്ചറൽ ക്ലബ്ബ് ഡയറക്ടർ ഒമാനിലെ തന്നെ, ഇത് തല്ലിപ്പൊളി സിനിമയാണ്, ഇങ്ങനെയൊന്നുമല്ല ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ന്യൂസ് ലൈൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണത്തിൽ അവിടെ ഞാൻ വായിച്ചു, ഈ ഗൾഫിൽ സുരഭി ഗുപ്ത, അവർ ഏഷ്യൻ എഡിറ്റർ ന്യൂസ് ലൈൻ്റെ. പിന്നെ അമൽ അൽ സയീദി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ, അവർ ഒമാൻ കറസ്പോണ്ടൻറ്റ് ന്യൂസ് ലൈൻ. ഇവർ രണ്ടുപേരും കൂടി എഴുതിയൊരു ദീർഘമായ ഒരു ലേഖനം ഞാൻ വായിച്ചു. അതിലിങ്ങനെ ഒരുപാട് ആളുകൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുള്ള അൽ ഖത്താമി, സൗദിയിലെ വിമർശകൻ, ആ വിമർശകൻ അൽ അറേബ്യയിൽ എഴുതിയിട്ടുണ്ടെന്ന്. ഇത് ഒരു സമൂഹവും സാധാരണഗതിയിൽ ശുദ്ധമല്ല, അത് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഈ സിനിമയ്ക്കെതിരെ ഉള്ള ഇപ്പോഴത്തെ പ്രതികരണം അത് ദേശാഭിമാനത്തിൽ ഒരു രാജ്യത്തെ, സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തെ പരിഹാസ്യമാക്കാനും അപമാനിക്കാനുള്ള ശ്രമമാണ് ആ സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് സൗദിക്കാർക്ക് അതിൽ അങ്ങനെ തോന്നിയാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അതാ പറയുന്നത്. അതുപോലെ സൗദിയിലെ ഈ ആദരിക്കപ്പെടുന്ന ഇസ്ലാമിക് ക്ലറിക് പണ്ഡിതൻ അവൈദ് അൽ ഖുറാനി പറയുക, ഇത് സൗദിയിലേക്ക് ജീവിതം കണ്ടിട്ട് അസൂയ പൂണ്ടിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകവും സിനിമയുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിക്കൊരു തീർത്ഥാടന കേന്ദ്രമാണ് സൗദി, മക്കയൊക്കെയുള്ള മുസ്ലിങ്ങളുടെയൊക്കെ. അങ്ങനെ ഒരു സ്ഥലത്തിനെയാണ് ഇങ്ങനെ അപമാനിച്ചിരിക്കുന്നതെന്ന്. അതെ, അല്ല ഞാൻ ഈ സിനിമയിൽ മോഹൻലാലോ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണി മുകുന്ദനോ വല്ലതാണ് ഈ വേഷം അഭിനയിച്ചിരുന്നെങ്കിൽ ഇവിടെ ചില ആളുകളുടെ കോലാഹലം കാണായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ സൗദിക്ക് ഇന്ത്യ പെറ്റമ്മയാണെങ്കിൽ ഞങ്ങളുടെ പോറ്റമ്മയാണ് ഗൾഫ് രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന ചില പ്രത്യേക പ്രേമികളുണ്ടല്ലോ, അവരുടെയൊക്കെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുക, മിണ്ടാൻ വയ്യ. അവരുടെ സ്വന്തം ആളായിട്ടുള്ള രായപ്പൻ്റെ സിനിമയിലാണ് ഇത് വന്നിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ സിനിമയിൽ ഇങ്ങനെ അവരുടെ പോറ്റമ്മയായ രാജ്യത്തെ. പൃഥ്വിരാജിന് ഒരു കാര്യം ചെയ്യാമല്ലോ, ബെന്യാമിനും ഒക്കെ ഈ ഭയങ്കര സ്വാതന്ത്ര്യദാഹിയായ മനുഷ്യനാണല്ലോ ബെന്യാമിൻ, ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ കൂടെ നടക്കുന്നത്.
ഗൾഫിൽ അങ്ങേരുടെ നോവൽ നിരോധിച്ചതിനെ പറ്റി എന്താ അങ്ങേര് മിണ്ടാത്തത്? നിരോധിച്ചിരിക്കുന്നത് ഈ സിനിമ നിരോധിച്ചിരിക്കുന്നതോ? അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ പാടുള്ളൂ. അവിടെയൊക്കെ വേറെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും അവിടെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി നമുക്ക് ഈന്തപ്പഴം കിട്ടുന്നതല്ലേ. അവിടെ ഇത് നിരോധിച്ചതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇന്ത്യയിലും ചില കാര്യങ്ങളൊക്കെ നിരോധിക്കുന്നത്. അവിടെ നിരോധിച്ചാൽ നല്ലത്. അറിയില്ലേ, നിങ്ങളിട്ടാൽ വള്ളിക്കളസം, ഞാനിട്ട ബർമൂഡ. അതെ. അപ്പോൾ ഏതായാലും സിനിമ എന്ന് പറഞ്ഞ ലോകത്തെമ്പാടും ഉള്ള ആളുകൾ കാണുന്ന ഭാഷയ്ക്കപ്പുറം സംവദിക്കുന്ന ഒരു കലാരൂപമാണ് അത്. പക്ഷേ ഒരു രാജ്യത്തെ മനഃപൂർവ്വം ആക്ഷേപിക്കുന്ന തരത്തിൽ ചെയ്തുകൂടാ. ഒരാളൊരു നോവൽ എഴുതി പ്രശസ്തനാകാൻ വേണ്ടി കോപ്പി അടിച്ചും നാടൻ പാട്ടിലെ കഥകൾ കേട്ടും ഒക്കെ അതിനോടുകൂടി കുറച്ച് ആഡ് ചെയ്തൊരു നോവലുണ്ടാക്കി അങ്ങ് പ്രശസ്തി കിട്ടി. പക്ഷേ അത് ഒറ്റപ്പെട്ട സംഭവം പോലുമല്ല. അതിനുശേഷം അതുപോലത്തെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല. ഇല്ല, ഉണ്ടായിരുന്നത് ഈ എല്ലാവർക്കും അറിയാവുന്ന ഈ നടന്ന സംഭവം എന്ന് പറയുന്നത് ദയുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ പേരിൽ പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ, മലയാളികളെ തെറ്റിപ്പൊറ്റുന്ന ഒരു രാജ്യത്തെ ആക്ഷേപിക്കുന്ന ഒരു സിനിമ ഇറക്കിയത് അപലപനീയമാണ്. അപ്പോൾ അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയൊരു OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് പോലും പണി വാങ്ങിച്ചു. ഒരാവശ്യമില്ലായിരുന്നു. കാരണം ഈ നോവലൊക്കെ അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഈ സിനിമ അവിടെ തിയേറ്ററിൽ കാണിക്കരുതെന്നും പറഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഈ OTT ആയിട്ട് അങ്ങോട്ട് നെറ്റ്ഫ്ലിക്സ് പോകുന്നത്? നെറ്റ്ഫ്ലിക്സിനെ പറ്റിച്ച് കാണും. ഇതിപ്പോൾ ഭയങ്കര ഹിറ്റാവും. ഇപ്പോൾ OTT മാറ്റിയല്ലോ. ഇപ്പോൾ നേരത്തെ സിനിമ ഇറങ്ങുന്നത് ഭയങ്കര കാമ്പയിൻ ആയിരുന്നല്ലോ. പൃഥ്വിരാജ് എന്തൊക്കെയോ മഹാസാഹസമൊക്കെ ചെയ്യുന്നു, എന്ത് പറയാൻ, അങ്ങനെയൊക്കെ കാമ്പയിൻ ചെയ്ത് ബ്ലസ് ചെയ്ത സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു പ്രീ സെയിൽ നടത്തി. OTT വലിയ കാശ് വാങ്ങിച്ചു. സിനിമ 8 നില പൊട്ടിപ്പോയി, അറിയാലോ. അവാർഡ് കിട്ടിപ്പിച്ചു. അവാർഡ് കിട്ടിയതൊന്നുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ OTT തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഒരു സിനിമ വന്നിട്ട് സിനിമ ഓടി, തിയേറ്ററിൽ ഓടി, അത് സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ OTT സിനിമ മേടിക്കുള്ളൂ. അങ്ങനെ തീരുമാനം വന്നു. അപ്പോൾ കുറേ നല്ല സിനിമകളെ സഹായിച്ചിരുന്നു. ഇങ്ങനെയുള്ള ചില ദുരമൂത്ത കുറേ ആളുകൾ കാരണം വ്യാജ ഇൻഫർമേഷൻസൊക്കെ കൊടുത്തു, ഫേക്കായിട്ടൊരു ഹൈപ്പൊക്കെ ഉണ്ടാക്കി സിനിമ വിറ്റ് OTT മലയാള സിനിമയെ കൈവിട്ടു. തിയേറ്ററിൽ ഓടി വിജയിച്ച സിനിമ, പൊതുജനാഭിപ്രായമുള്ള സിനിമകൾ മാത്രമേ OTT ഇനി മേടിക്കുള്ളൂ. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ബെന്യാമിൻ മാത്രമല്ല നോവലിസ്റ്റ്, സൗദി അറേബ്യയിലും നോവലിസ്റ്റ് ഉണ്ട്, അബ്ദുൾ റഹ്മാൻ അൽ ദെയിൽജി. അദ്ദേഹം പറയുന്നത് ഈ കഥ തട്ടിപ്പാണെന്നാണ്. അവിടെ ഒരു ശരിയായ കഥ നടന്നിട്ടുണ്ട്, അതിൽ ദയയും കാരുണ്യവും ഉണ്ട്. അതാണ് ശരിയായ കഥ. ഏതായാലും അതും ഞങ്ങൾ സമ്മതിച്ചു തരത്തില്ല. ഞങ്ങൾ സഖാവാണ്. ഇനി അമ്മയും പിടിക്കുമായിരിക്കും. അതുകൂടെ ശരിയാക്കി എടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.